ഫോട്ടോഷൂട്ടിൽ നയൻതാര വേണമായിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. സൂസൻ തോമസ്, ഡോക്ടർ മനു ഗോപിനാഥൻ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ABC മലയാളം ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്നായിരുന്നു കല്യാണം? കല്യാണമല്ല, അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അല്ല, കല്യാണമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്? ഇട്ട ക്യാപ്ഷന്റെ പ്രോബ്ലം ആണ്. എനിക്ക് ടാലന്റ് ഉണ്ട്, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതുവഴി ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കുറവുകളുണ്ടെങ്കിൽ, ഇപ്പോൾ കറുത്ത സ്കിന്നാണെന്ന് കരുതിയിട്ട് ചിലർ മാറി നിൽക്കുന്നവരുണ്ട്. നമ്മളെ മോശം പറയുമ്പോൾ നമ്മളിതിന് ആപ്റ്റല്ല, അവർ പറഞ്ഞത് കറക്റ്റാണ്, നമുക്കിത് ചേരൂല എന്ന് കരുതിയിട്ട് മാറിപ്പോകുന്ന ഒരു രീതിയാണ് പൊതുവേ സമൂഹത്തിനുള്ളത്. അങ്ങനെ ഇവിടെ ആരും മാറിപ്പോകണ്ട. ആർക്കും അങ്ങനെ മുൻപോട്ട് വരാൻ ആഗ്രഹമുണ്ട്, അവർക്ക് ടാലൻ്റ് ഉണ്ട്, അവർക്കത് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വരാം എന്നുള്ള ഒരു ശരിക്കും ആ ഒരു കൺസെപ്റ്റാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഫസ്റ്റ് അത് പ്ലാൻ ചെയ്തപ്പോൾ സൂസൻ അല്ലായിരുന്നു, വേറൊരു കുട്ടിയാണ് അതിലേക്ക് വന്നിരുന്നത്. അവരുടെ ഹസ്ബൻഡ് എന്തോ അതിൽ ഇങ്ങനെ വെഡിങ് സെഷനൊക്കെ ആയതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാനും സൂസനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വന്നപ്പോഴാണ് പിന്നെ സൂസൻ അതിലേക്ക് വരുന്നത്. ശരിക്കും സൂസനെ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡയറക്റ്റ് പോയി ചോദിക്കുന്നതല്ല, സെക്കൻഡാണ് സൂസനിലേക്ക് വരുന്നത്. മറ്റേ പ്രോജക്റ്റ് നടക്കാതായപ്പോഴാണ് സൂസനിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ചിന്ത അവിടെയും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട, അപ്പോൾ സൂസനെ സംബന്ധിച്ചിടത്തോളം സൂസൻ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ആ കഴിവുകളൊന്നും കാണാതെ സൂസന അവസരങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഈവൻ സൂസനും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സൂസൻ്റെ കഴിവുകളെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ എനിക്കും എന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. അപ്പം മാറ്റി നിർത്തപ്പെട്ട രണ്ട് പേര് ചേർന്ന ഒരു സാധനമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പബ്ലിക് അത് എടുത്തത് വേറൊരു ലെവലിലാണ്. രേണു സുധി. അപ്പൊ ഇവരിപ്പോ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഈ അടുത്ത് തന്നെ ഒരു വിവാദം കഴിഞ്ഞുള്ളൂ. നമ്മുടെ മറ്റേ ഒരു ബീച്ചിനകത്ത് ഒരു ചാന്തുപൊട്ടിന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവരൊരു മറ്റേ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തല്ല, അതിന്റെ ഒരു റീൽ ഇട്ട് എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു വിവാദം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായി. അതൊന്ന് കെട്ടടങ്ങി വന്നുള്ളൂ, അപ്പൊ തന്നെ അവർ അടുത്ത വിവാദമായിട്ട് വന്നേക്കണേ. ഇപ്പോഴത്തെ വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മനു ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളുമായിട്ടാണ്, അതായത് ഇയാളുമായിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട്, അതായത് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണ് ഇവർ നടത്തിയത്. ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടത്തിയത് ഒന്നുമല്ല വിഷയം, ഇവർ ഈ ഒരു ഇത് എങ്ങനെ പ്രസന്റ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ഇവർ തന്നെ പലയിടത്തും വന്നിട്ട് പറയുന്നുണ്ട്, ഞാനിത് ജസ്റ്റ് എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലാണ്ട് ഇനി വേറെ ഒന്നുമില്ല എന്ന് ഇവർ തന്നെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും മറ്റേ സുധിച്ചേട്ടൻ്റെ ഭാര്യ തന്നെയാണെന്നുള്ള രീതിയാണ് ഇവർ പറയാറ്, അല്ലാണ്ട് ഞാൻ വേറൊരു കല്യാണം ഒന്നും കഴിക്കില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർ എന്നിട്ടും ചെയ്യുന്നത് എന്താണ്, ഇപ്പം ഇവർ ഈ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗത്ത് തന്നെ ആ ഒരു ടൈമിനകത്ത് തന്നെ ഇവർ കല്യാണം കഴിഞ്ഞോ, ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ക്യാപ്ഷനുകളും പലതും കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ഇവർ എന്താണ് അതൊരു ഉദ്ദേശിക്കുന്നത്? അതൊരു നെഗറ്റീവായിട്ട് ഇതിനൊരു വിവാദമാക്കി എടുത്ത് പുതിയൊരു വിവാദം തുടങ്ങിയിട്ട് അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഇതിനകത്തേക്കാക്കെയാണെന്ന് തോന്നുന്നു ഈ രേണു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ നമ്മുടെ മനു ഗോപിനാഥ് എന്ന് പറഞ്ഞ പുള്ളിയാണെങ്കിൽ എങ്ങനെയെങ്കിലും വൈറലായാൽ മതി എന്നുള്ള ഒരു മൂഡിനകത്തുള്ള ഒരാള്. അപ്പൊ പുള്ളി മുന്നേ ഒരു സംഭവമൊക്കെ ഉണ്ടായി, പുള്ളി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച ഒരു പെൺകുട്ടിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഭയങ്കര ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പുള്ളി. അപ്പൊ ആ പുള്ളി തന്നെയാണ് ഇപ്പൊ വന്നിട്ട് ഇവിടെ വൈറലാവാൻ വേണ്ടിയിട്ട് ഓരോന്ന് കടന്ന് കാണിച്ചു കൂട്ടൽ എന്ന് തന്നെ വേണം പറയാൻ. ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വൈറലാവണം. ഇപ്പൊ ഈ രേണുവും ഇത് തന്നെ തുടങ്ങിയെന്ന് തോന്നുന്നത്. ഇവരെ കാര്യം ഇവർ ആദ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വെച്ചാട്ടാ. ആദ്യമല്ല, ഈ അടുത്ത് വരെ കഴിഞ്ഞ വിവാദം വന്നപ്പോൾ വരെ ഞാൻ ഇടയ്ക്ക് ഇവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ട് വെച്ചത്. പക്ഷെ ഈ ഒരു സംഭവത്തിനകത്ത് ഇവർ എന്താണ് ഇത് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആൾക്കാരെ പറ്റിക്കാനാണ് നോക്കുന്നത്. ആൾക്കാരെ എപ്പോഴെങ്കിലും കാണുന്നവരെ നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ തന്നെ നിങ്ങൾ എതിർത്ത് പറയും. കാര്യം നമുക്ക് ഒരിക്കലും കാണുന്നവരെ പറ്റിക്കാൻ പറ്റില്ല കേട്ടോ. പറ്റിക്കാൻ പറ്റും, അത് അത്രയ്ക്കും കഴിവുണ്ടെങ്കിൽ പറ്റും. പക്ഷെ നിങ്ങൾ ഈ പറ്റിക്കാൻ ശ്രമിച്ചത് അത് സക്സസ് ആയി എന്ന് എനിക്ക് തോന്നിയില്ല. അത് കാണുന്നവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞത് അനാവശ്യ വിവാദം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനകത്ത് ഇത്രയും നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവരെ നെഗറ്റീവ് പറയുന്നതിനകത്ത് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. മുമ്പത്തെ വിഷയത്തിനകത്തൊക്കെ ഞാൻ പറയും. ഇപ്പൊ ഇവർ രണ്ടാമതൊരു കല്യാണം കഴിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, കല്യാണം കഴിച്ചാലും ഞാൻ എല്ലാം തെറ്റ് പറയില്ല. കാര്യം എന്താണ്, അവരുടെ ഇഷ്ടമാണ് അവർ കല്യാണം കഴിക്കണ്ടേ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിഷയം. അതായത് ഇവരെ കല്യാണം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്യാപ്ഷൻ കൊടുക്കുന്നതാണ് മെയിനായിട്ടും വിഷയമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ, പലർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.